ഇന്ന് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉരുളക്കിഴങ്ങും റവയും ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. എപ്പോഴും നമ്മൾ ഒരേപോലത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നതിന് പകരം നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ഇതിനുവേണ്ടി ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ബോയിൽ ചെയ്തതാണ്. പിന്നെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. പിന്നെ ഒരു 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി ലെമൺ, നാരങ്ങയുടെ ഒരു പകുതി. പിന്നെ വേണ്ടത് നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ട ഓയിലാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ആദ്യം 1 ഗ്ലാസ് വെള്ളം ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ 1/2 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് വെള്ളം. റവ എത്ര എടുക്കുന്നോ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ റവ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. റവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് റവ എടുക്കാം അതിൽ നിന്ന്. ഇപ്പോൾ റവ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. റവ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ റവ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുത്താലേ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു 3 പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 3 പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുക്കാം. അത് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോരോ സാധനങ്ങളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് എങ്ങനെയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കും. മല്ലിയില, കറിവേപ്പില ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇടുക, അല്ലെങ്കിൽ ഒന്ന് മുറിച്ച് പിച്ചി ഇടുക, എന്തെങ്കിലും ചെയ്യാം. പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ടെങ്കിലും റവ വീട്ടിലുണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു കുഴയ്ക്കുന്ന ആ ഒരു നേരവും വറുത്തെടുക്കുന്ന നേരം വരും. നമ്മൾ ഏതൊരു സ്നാക്ക് ഉണ്ടാക്കിയാലും അത്രയും സമയം തന്നെ വരും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മാവിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ചെയ്യാം. ഈ ഒരു ലെമൺ ഒഴിച്ചു കൊടുക്കാം. പകുതി മതി. അത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അത് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അത് ഒഴിച്ച് കഴിയുമ്പോൾ ഒഴിച്ചാൽ നല്ലതായിരിക്കും. നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് കുഴച്ചാലും മതി. നല്ലോണം മിക്സ് ചെയ്ത് ഈ ഉരുളക്കിഴങ്ങായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി റവയും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി കുഴച്ചെടുക്കാം. അതാ ഇതിൻ്റെ ആ ഒരു ബാറ്റർ എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഇത് റെഡിയായിട്ടിരിക്കും. മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ ഇത് ഉണ്ടാക്കേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്നുള്ള റവയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഓരോരോ ബോൾസ് ആക്കാം, അല്ലെങ്കിൽ സോസേജ് ഷേപ്സിലാക്കാം. ഫിംഗേഴ്സിന് പേര് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഫിംഗർ ഷേപ്പിലാക്കുമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കതെല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് റോൾ ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഉരുളക്കിഴങ്ങിൻ്റെ കുഴപ്പമാവാം, ചെറിയ ഉരുളക്കിഴങ്ങാവാം, റവ കൂടി അങ്ങനെയൊക്കെ തോന്നുകയെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അതിൻ്റെ അകത്തേക്ക് കോൺ സ്റ്റാർച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് പൊടിഞ്ഞു പോവില്ല. ഇപ്പോൾ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. നമ്മളെല്ലാം ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ചിലത് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്, കട്ട്ലറ്റ് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്സിൽ വറുത്തെടുക്കാം. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല രസമാണ്. വറുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കിത് വറുത്തെടുക്കാനായിട്ട് പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ ഫിംഗേഴ്സും ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ള ഒരു എണ്ണ അതിലേക്ക് ഒഴിക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഇട്ട് നോക്കാം. ഒരു തരി ഇട്ട് നോക്കാം. ചൂടായി എന്ന് തോന്നുകയാണെങ്കിൽ ഓരോരോ ഫിംഗേഴ്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിപ്പോൾ പരന്ന പാൻ ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് പീസസ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ പാത്രത്തിന് സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇടാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഒരു സൈഡ് മുരിഞ്ഞു തോന്നുന്ന സമയത്ത് അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിച്ച് മറിച്ചൊക്കെ ഇടണം. ഇപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഈ ഒരു കളറ് വന്നു കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഉരുളക്കിഴങ്ങ് റവയൊക്കെ സ്ഥിരം നമ്മുടെ വീടുകളിൽ ഇപ്പോഴും ഉണ്ടാവുന്നതാണ്. ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുത്തിട്ട് വരാം. അത് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം വറുത്ത് പോരാം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്